ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. എന്താ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ജർമ്മനിയിൽ വന്നിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ വിത്തിൻ ഇത്ര നാൾക്കുള്ളിൽ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ്. അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പും എങ്ങനെയാണ് നടക്കുന്ന പ്രോസസ്സ്, എവിടെയാണ് നിങ്ങൾ പോകേണ്ടത്, ഏത് ഓഫീസിലാണ് നിങ്ങൾ പോകേണ്ടത്, എന്തൊക്കെ ഡോക്യുമെന്റ്സ് അതിന് വേണം എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നോക്കിയാലോ. ലെറ്റ്സ് സ്റ്റാർട്ട്. നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് താമസിക്കാൻ ഒരു സ്ഥലം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഫൈൻഡ് ആൻ അപ്പാർട്ട്മെന്റ് എന്നുള്ളതാണ്. ശരിക്കും അത് ഇവിടെ വന്നിട്ട് ചെയ്യുന്നതിൽ ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത് നാട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും വെബ്സൈറ്റ് വഴിയൊക്കെ ഇവിടെ ഒരു അക്കോമഡേഷൻ സെറ്റ് ആക്കിയിട്ട്, ഇപ്പൊ സ്റ്റുഡൻസ് ആയിട്ടൊക്കെ വരുവാണെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഒരു അപ്പാർട്ട്മെന്റ് സെറ്റ് ആക്കാനായിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ട് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഇവിടെ അപ്പാർട്ട്മെന്റ് കിട്ടുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഇപ്പം ഇൻ കേസ് നിങ്ങൾക്ക് കിട്ടിയില്ലെന്നുണ്ടെങ്കിലും, നാട്ടിൽ നിന്ന് സെർച്ച് ചെയ്തിട്ട് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് എന്തായാലും ഒരു അക്കോമഡേഷൻ സെർച്ച് ചെയ്യണമല്ലോ. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ളത്. നാട്ടിൽ നിന്ന് തന്നെ നമുക്കിപ്പം സെർച്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് അപ്പാർട്ട്മെന്റ് തന്നെ കണ്ടുപിടിക്കാൻ താല്പര്യമാണെങ്കിൽ ഇപ്പൊ നമ്മൾ ലോങ് ടേം സ്റ്റേക്കൊക്കെ വേണ്ടി ഈ ഇമ്മോ സ്കൗട്ട്, നിങ്ങൾക്ക് പിന്നെ ഷെയർഡ് ആയിട്ട് താമസിക്കണമെങ്കിൽ വേഗ ഗസൂക്ട്, ഇവിടൊക്കെ നിങ്ങൾക്ക് നോക്കി നാട്ടിൽ നിന്ന് തന്നെ നോക്കി നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. പിന്നെ അതല്ല ഇവിടെ വന്നിട്ട് പയ്യെ എന്തെങ്കിലും കണ്ടുപിടിച്ചാൽ മതി എന്നുള്ള, നാട്ടിൽ നിന്ന് കിട്ടിയില്ല ഇവിടെ വന്നിട്ട് കണ്ടുപിടിക്കാനുള്ള മൈൻഡിലാണെങ്കിൽ ഇങ്ങനെ ഷോർട്ട് ടേം സ്റ്റേക്ക് ഒക്കെ വേണ്ടി നമുക്ക് Airbnb ഒക്കെ കിട്ടും. അപ്പൊ നമുക്ക് അവിടെ താമസിക്കാൻ പറ്റും, അഫോർഡബിൾ റേറ്റിലൊക്കെ നമുക്ക് താമസിക്കാൻ പറ്റും. എന്നിട്ട് പയ്യെ അവിടെ നിന്നുകൊണ്ട് തന്നെ വേറെ വീടുകൾ കണ്ടുപിടിക്കുക. ഇനി ഇതല്ല, നിങ്ങളുടെ ചിലപ്പോൾ ചില യൂണിവേഴ്സിറ്റീസ് ഒക്കെ തന്നെ അപ്പാർട്ട്മെന്റും കാര്യങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്യും. സ്റ്റുഡന്റ് റെപ്രസെന്റേറ്റീവ്സ് ഒക്കെ ആണ്. അപ്പം ഇവരുടെ അടുത്ത് നിങ്ങൾ യൂണിവേഴ്സിറ്റി ഓഫർ ലെറ്റർ കിട്ടാൻ നേരത്ത് ചോദിച്ചു നോക്കുക, അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പം സ്റ്റുഡൻസിനെ റെപ്രസെന്റ് ചെയ്ത കുറെ ആൾക്കാർ ചിലപ്പോൾ ഇന്ത്യൻസ് തന്നെ കാണുമായിരിക്കും. ഞങ്ങളുടെ കേസിലുണ്ടായിരുന്നു. അപ്പം ആ റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ കോൺടാക്ട് ചെയ്യുമ്പോൾ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും വീട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇവിടെ വന്നിട്ട് അപ്പാർട്ട്മെന്റ് കണ്ടുപിടിക്കുന്നതിന്റെയും എങ്ങനെയൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽസും അതിനുള്ള വെബ്സൈറ്റ്സും എല്ലാം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ അത് കണ്ടു നോക്കിക്കോളും. അപ്പം നമ്മുടെ അപ്പാർട്ട്മെന്റ് ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അടുത്ത് ചെയ്യേണ്ടതായിട്ടുള്ള പ്രോസസ്സാണ് നമ്മൾ ഇവിടെ സിറ്റി രജിസ്ട്രേഷൻ ചെയ്യണം. അതായത് ഇവിടെ അൻമൽഡും എന്ന് പറയും. ആ അൻമൽഡും നമ്മൾ ചെയ്യുന്നത് നമ്മളിവിടെ വന്ന് വിത്തിൻ 14 days 2 ആഴ്ച കൊണ്ട് നമ്മൾ അൻമൽഡൻ ചെയ്തിരിക്കണം. അപ്പം അൻമൽഡൻ ചെയ്യുന്നത് മോസ്റ്റ്ലി നമ്മൾ താമസിക്കുന്ന ആ ഒരു സിറ്റിയിൽ ഒരു ബ്യൂഗാംറ്റ് എന്ന് പറയും, അത് സിറ്റിസൺ ഓഫീസർ. അപ്പം അവിടെ പോയി നമ്മൾ അൻമൽഡൻ ചെയ്യണം. അപ്പൊ എനിക്കറിയത്തില്ല, നിങ്ങൾ താമസിക്കുന്നിടത്ത് നോക്കണം അവിടെ എങ്ങനെ പ്രയറായിട്ട് നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കണോ വേണ്ടയോ, നമുക്ക് ഡയറക്റ്റ്ലി ചെല്ലാവോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് അവിടെ പോവാം. അപ്പൊ അവിടെ പോകാൻ നേരത്ത് നമ്മുടെ കയ്യിൽ കുറച്ച് ഡോക്യുമെന്റ്സ് വേണം. നമ്മൾ ഈ കാര്യങ്ങൾ നമുക്ക് അൻമൽഡൻ ചെയ്യാൻ വേണ്ടിയുള്ള കുറച്ച് ഡോക്യുമെന്റ്സ് വേണം. അപ്പൊ അതിൽ വേണ്ടത് ഫസ്റ്റ്ലി പാസ്പോർട്ടാണ് നമ്മുടെ മെയിൻ ഡോക്യുമെന്റ്, അല്ലെങ്കിൽ നമ്മുടെ നാഷണൽ ID. പിന്നെ നമ്മൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, ഈ അപ്പാർട്ട്മെന്റിലെ ലാൻഡ് ലോഡ് നമുക്കൊരു ഡോക്യുമെന്റ് തരണം. ആ അപ്പാർട്ട്മെന്റിലെ ലാൻഡ് ലോഡ് കൺഫർമേഷൻ ആക്കി തരുന്ന ഡോക്യുമെന്റ്, അതിന് വോണുംസ്കേപ്പ് എസ്റ്റേറ്റിംഗ് എന്ന് പറയും. പിന്നെ വേറൊരു ഡോക്യുമെന്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോ താമസിക്കുന്ന സിറ്റി ടു സിറ്റി അത് വേരി ചെയ്യുമായിരിക്കും. അൻമൽഡും ഫോം കാണും, അതായത് നമ്മുടെ രജിസ്ട്രേഷൻ ഉള്ള ഫോമാണ്. അത് നിങ്ങൾ താമസിക്കുന്ന സിറ്റിയിലെ ബ്യൂഗാംറ്റ് നോക്കുക. ബ്യൂഗാംറ്റിന്റെ വെബ്സൈറ്റ് നോക്കുമ്പോൾ സിറ്റിസൺ ഓഫീസിന്റെ വെബ് പേജ് നോക്കാൻ നേരത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ അത് അവിടെ ഡൗൺലോഡ് ചെയ്യുക, അത് ഫിൽ ഔട്ട് ചെയ്യുക. അപ്പൊ ഈ ബേസിക്കലി ഈ 3 ഡോക്യുമെന്റുമായിട്ട് പ്രയർ അപ്പോയിന്റ്മെന്റ് എടുക്കണമെങ്കിൽ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് ബ്യൂഗ്രാമിൽ പോവുക, ഡോക്യുമെന്റ് എല്ലാം സബ്മിറ്റ് ചെയ്യുക. ഒരു സേഫ് സൈഡിന് എപ്പോഴും അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് പോകുന്നതാണ് നല്ലത്. എന്തായാലും 14 ഡേയ്സിനുള്ളിൽ ചെയ്യേണ്ട കാര്യമല്ലേ. ഇൻ കേസ് നമുക്ക് നമുക്ക് ചെന്ന് കഴിയുമ്പോൾ അവർക്ക് സമയമില്ലെങ്കിലോ അല്ലെ തിരക്കാണല്ലോ, വലിയ വലിയ സിറ്റികളിലാണെങ്കിൽ നമുക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടാൻ തന്നെ പാടാം. അപ്പൊ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞ് മാക്സിമം നെക്സ്റ്റ് ഡേ തന്നെ ഇത് ചെയ്യാൻ നോക്കുന്നതാണ് നല്ലത്, ഈ സിറ്റി രജിസ്ട്രേഷൻ. അപ്പം വൺസ് നമ്മൾ ഈ പരിപാടി ഈ പ്രോസസ് എല്ലാം ചെയ്ത് കഴിയുമ്പോൾ അൻമൽഡും നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ബ്യൂഗറാമിറ്റിൽ നിന്ന് ഒരു പേപ്പർ കിട്ടും. ആ പേപ്പറിനെ പറയുന്നതാണ് മെൽഡബെഷേനിങ്. മെൽഡബെഷേനിങ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ രജിസ്ട്രേഷൻ ചെയ്തു എന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ്. ഈ സർട്ടിഫിക്കറ്റ് നമുക്ക് വേണം ഫ്യൂച്ചറിലെ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും. പിന്നെ ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ നേരത്തോ നമ്മുടെ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നേരത്തെ ഇതിനെ റിലേ ചെയ്തിരിക്കും, അല്ലെങ്കിൽ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ഫ്യൂച്ചറിലുള്ള എല്ലാ കാര്യങ്ങളും. സോ ഈ ഡോക്യുമെന്റ് നമുക്ക് മെയിൻ ആയിട്ടുള്ള ഡോക്യുമെന്റ് ആണ്. പിന്നെ ഇതിന് ശേഷം നമുക്ക് കിട്ടുന്ന വേറൊരു ഡോക്യുമെന്റ്, ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ് ആണ് നമ്മുടെ ടാക്സ് ID അല്ലെങ്കിൽ സ്റ്റോർ ID. ഈ സ്റ്റോർ ID എന്ന് പറയുന്നത് നമുക്ക് അൻമൽഡും എല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് പോസ്റ്റിലോ അല്ലെങ്കിൽ ഇപ്പൊ ഇമെയിലോ ഒക്കെ നമുക്ക് ഈ പേപ്പർ നമുക്ക് കിട്ടും. അതിൽ നമ്മുടെ ടാക്സ്
ID നമ്പറും കാര്യങ്ങളും ഒക്കെ കാണും. അപ്പൊ ഇതും നമ്മുടെ ഫ്യൂച്ചറിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഒരുപാട് പേപ്പർ വർക്ക് ഉള്ള ഒരു സ്ഥലമാണ് ജർമ്മനി. നമ്മളിങ്ങനെ ഓരോ ഓഫീസിൽ പോയി ഓരോ രജിസ്ട്രേഷൻ ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് ഒരുപാട് മെയിൻ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് അവർ ഇമെയിൽ ചെയ്തോ അല്ലെങ്കിൽ അയച്ചോ ഒക്കെ തരാറുണ്ട്. എപ്പോഴും നമ്മൾ അതൊക്കെ സൂക്ഷിച്ചു വെക്കണേ. ആദ്യം വരുമ്പോൾ നമുക്ക് അറിയത്തില്ലായിരിക്കും ഇതൊക്കെ എന്ത് ഡോക്യുമെന്റ് ആണെന്ന്. പിന്നീട് നമ്മൾ ടാക്സ് റിട്ടേൺ ചെയ്യാൻ നേരമോ അങ്ങനെ പല പല കാര്യങ്ങൾ വരുമ്പോഴായിരിക്കും അയ്യോ അത് എവിടെയാണ്, അല്ലെ അത് ഞാൻ മിസ് ചെയ്തോ എന്നൊക്കെ ചിന്തിക്കുന്നത്. അപ്പൊ എന്ത് ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഓഫീസുകളിൽ നിന്ന് കിട്ടിയാലും മാക്സിമം അതെല്ലാം സൂക്ഷിച്ചു വെക്കാൻ ശ്രമിക്കണേ. തേർഡ് സ്റ്റെപ്പ് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാന്നുള്ളതാണ്. നമ്മൾ ഫെർദർ ആയിട്ട് ഇവിടെ നിൽക്കുമ്പോൾ ചെയ്യേണ്ട പല കാര്യങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. നമുക്ക് അപ്പാർട്ട്മെന്റിന്റെ റെന്റ് അടയ്ക്കണം, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സാലറി വാങ്ങിക്കണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഹെൽത്ത് ഇൻഷുറൻസ് അടയ്ക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് നമ്മൾ വേണ്ട ഒരു കാര്യമാണ് ബാങ്ക് അക്കൗണ്ട്. ഇനി അതുമല്ല നിങ്ങൾ സ്റ്റുഡൻസ് ആയിട്ടാണ് ഇവിടെ വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലോക്ക്ഡ് അക്കൗണ്ടിൽ നിന്ന് പൈസ തിരിച്ചു കിട്ടണമെങ്കിലും നമുക്ക് ഇവിടെ ഒരു ബാങ്ക് അക്കൗണ്ട് മസ്റ്റ് ആയിട്ട് വേണം. അപ്പൊ നിങ്ങൾ വന്ന് ആ ഒരു വീക്കിൽ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരു ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. ഇവിടെ ജർമ്മനിയിൽ നിങ്ങൾക്ക് ഒരുപാട് ബാങ്കുകൾ അവൈലബിൾ ആണ് ഇങ്ങനെ ഒരു സേവിങ്സ് അക്കൗണ്ടോ അല്ലാതെ എന്തെങ്കിലും അക്കൗണ്ട് തുടങ്ങാനായിട്ട്. ഇപ്പം നമ്മൾ നോർമലി പറയുകയാണെങ്കിൽ ഫിസിക്കൽ ആയിട്ടുള്ള ബാങ്കും ഒരുപാടുണ്ട്, അതേപോലെ ഓൺലൈൻ സർവീസ് മാത്രമുള്ള ബാങ്കുകളും ഉണ്ട്. അപ്പം ഫിസിക്കലി നമുക്ക് കൂടുതൽ ബെറ്റർ തോന്നിയിട്ടുള്ളത് നമുക്ക് കൂടുതൽ ബെറ്റർ തോന്നിയിട്ടുള്ള ബാങ്ക് കൊമേഴ്സ് ബാങ്ക് ഉണ്ട്, സ്പാർക്കാസെ ബാങ്ക് ഉണ്ട്, ഡോയ്ച്ചെ ബാങ്ക് ഉണ്ട്. ഇതൊക്കെ മെയിൻലി ഇവിടെ കണ്ടുവരുന്ന ട്രഡീഷണൽ ബാങ്കാണ്. പിന്നെ അതുപോലെ ഈ ഓൺലൈൻ ബാങ്ക് എന്ന് പറഞ്ഞാൽ N26 എന്ന് പറയുന്ന ബാങ്ക് ഉണ്ട്, BKD എന്ന് പറയുന്ന ബാങ്ക് ഉണ്ട്, ING എന്ന് പറയുന്ന ബാങ്ക് ഉണ്ട്. ഇതെല്ലാം നമുക്ക് ഓൺലൈൻ പ്രൊവൈഡേഴ്സ് ആണ്, ഓൺലൈൻ ബാങ്കിങ് ആണ്. ഇപ്പൊ ഒരുപാട് പേര് ഓൺലൈൻ മാത്രമുള്ള ബാങ്കിനെ റിലേ ചെയ്യുന്നുണ്ട്. പക്ഷെ വേണമെങ്കിൽ ഫിസിക്കൽ ആണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാനൊക്കെ പറ്റും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പം മസ്റ്റ് ആയിട്ട് നെക്സ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങുക എന്നുള്ളത്. പിന്നെ നിങ്ങൾ ഒരു ബാങ്ക് അക്കൗണ്ട് എടുക്കാനായിട്ട് ബാങ്കിൽ പോകുമ്പോൾ നിങ്ങൾ കൊണ്ടുപോകേണ്ട കുറച്ച് ഡോക്യുമെന്റ്സ് ഉണ്ട്. അതിൽ മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ പാസ്പോർട്ട്. പിന്നെ നമ്മൾ സിറ്റി രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കൺഫർമേഷൻ ചെയ്തൊരു ലെറ്റർ തരുമല്ലോ. അപ്പൊ ആ ഒരു ഡോക്യുമെന്റും നമ്മൾ ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ തന്നെ കൊണ്ടുപോകണേ. അല്ലാതെ നിങ്ങൾ സ്റ്റുഡന്റ് ആയിട്ടാണ് വരുന്നെങ്കിൽ നിങ്ങളുടെ എൻറോൾമെന്റ് ആയിട്ടുള്ള ലെറ്ററോ അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്നവരാണെങ്കിൽ വർക്ക് കോൺട്രാക്റ്റും കാര്യങ്ങളും ഒക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ കാണിക്കേണ്ടതായിട്ടുള്ളത്. അപ്പം ഈ ഒരു പ്രോസസ്സും വന്ന് ആ വീക്കിൽ തന്നെ ചെയ്തിരിക്കുന്നത് എന്തായാലും നല്ലതായിരിക്കും. ഇനി നമ്മൾ നാലാമത് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം എന്ന് പറയുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡറിനെ കണ്ടുപിടിക്കുക. അതിന് ഇവിടെ പലതരത്തിലുള്ള ടൈപ്സ് ഓഫ് ഇൻഷുറൻസ് ഉണ്ട്. അത് നമ്മള് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് പബ്ലിക്കും ഉണ്ട്, പ്രൈവറ്റും ഉണ്ട്. ഈ പബ്ലിക് പ്രൊവൈഡ് ചെയ്തേക്കെന്ന് പറയുന്നത് ETK, AOK, പിന്നെ ബാമർ, ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മൾ മെയിൻലി സ്റ്റുഡൻസും എംപ്ലോയേഴ്സും ഒക്കെ ഇവരെയാണ് റിലേ ചെയ്യുന്നത്. പിന്നെ പ്രൈവറ്റ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇവരെന്ന് പറയുന്നത് കുറച്ചും കൂടെ ഹൈ ഏർണിംഗ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും ഇവരെ റിലേ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തായാലും മെയിൻലി എല്ലാവരും പബ്ലിക് ആയിരിക്കും എടുക്കുന്നത്. സോ നിങ്ങൾക്ക് ഏതാണ് ആപ്റ്റ് നോക്കിയിട്ട് ഏത് ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സിനെ വെച്ചാൽ നിങ്ങൾ ചൂസ് ചെയ്യുക. ഇവിടുത്തെ മോർ ദാൻ 80% ആൾക്കാരും റിലേ ചെയ്യുന്നത് പബ്ലിക് ഇൻഷുറൻസിനെ തന്നെയാണ്. കാരണം അവിടെ നമ്മൾ ഒരുപാട് പേയ്മെന്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. പ്രൈവറ്റ് ഇൻഷുറൻസ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന സർവീസും അതുപോലെ ആയിരിക്കും, നമ്മൾ അതുപോലെ ഒരുപാട് പേ ചെയ്യേണ്ടി വരും. പിന്നെ ഈ ഫിസിഷ്യറും അതായത് ക്രാങ്കൻ ഫിസിഷ്യറും അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് കൊണ്ട് നമുക്ക് ഫ്യൂച്ചറിൽ പിന്നെ നമുക്ക് യൂസ്ഫുൾ ആവുന്ന കുറച്ച് സാധനങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഈ റെസിഡൻസ് പെർമിറ്റ് എടുക്കാൻ പോകാൻ നേരം, നമ്മുടെ വിസയ്ക്ക് വേണ്ടി പോകാൻ നേരം നമ്മൾ ഇത് കാണിക്കേണ്ടി വരുമായിരിക്കും. പിന്നെ നമ്മൾ ഡോക്ടറിനെ വിസിറ്റ് ചെയ്യാൻ നേരത്ത് നമ്മൾ ഇവിടെ വന്നിട്ട് പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും എമർജൻസി ഉണ്ടായെങ്കിൽ നമ്മൾ ഡോക്ടറിന്റെ അടുത്ത് പോകാൻ നേരത്ത് നമുക്ക് കാർഡൊക്കെ ആവശ്യമുണ്ട്. ഈ ഹെൽത്ത് ഇൻഷുറൻസ് പറയുന്ന ഒരു കാർഡായിട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പം ആ കാർഡും കൊണ്ട് നമ്മൾ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് എന്തായാലും എടുത്തിരിക്കേണ്ടതായിട്ടുള്ള കാര്യം, മസ്റ്റ് ഹാവ് ആയിട്ടുള്ള കാര്യമാണ്. ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാതെ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ലേ? അപ്പം അത് ഒരു ഓപ്ഷണൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഇവിടെ നമ്മൾ ഇവിടെ ജീവിക്കുന്ന എല്ലാവർക്കും ഹെൽത്ത് ഇൻഷുറൻസ് മാൻഡേറ്ററി ആണ്. അതുപോലെ നമ്മളിപ്പോ ഒരു പ്രൊവൈഡറിനെ കണ്ടുപിടിച്ച് ഹെൽത്ത് ഇൻഷുറൻസിന്റെ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഓൺലൈൻ സെറ്റ് ചെയ്യാൻ പറ്റും. ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു കാർഡ് അവർ നമുക്ക് മെയിൽ ചെയ്ത്, മെയിലല്ല പോസ്റ്റിൽ അയച്ചു തരും. അപ്പം ആ കാർഡ് പിന്നീട് നമ്മൾ എവിടെ നമുക്കൊരു പനിയോ അല്ലെങ്കിൽ ചെറിയ കാര്യം ആയിക്കോട്ടെ വലിയ കാര്യം ആയിക്കോട്ടെ നമ്മൾ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ നേരം ആ കാർഡ് ഇല്ലെങ്കിൽ നമ്മളെ ആരും ട്രീറ്റ് ചെയ്യത്തില്ല. അതൊരു എമർജൻസി ആണെങ്കിലും നമ്മളെ ആരും നോക്കത്തില്ല. എന്തായാലും ആ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കാർഡ് വെച്ചിട്ടാണ് പിന്നീടുള്ള നമ്മുടെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും എല്ലാം നടക്കുന്നത്. പിന്നെ നിങ്ങൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡറിനെ സെലക്ട് ചെയ്യുമ്പോൾ ഇപ്പം ഇംഗ്ലീഷ് സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ എടുക്കുവാണെങ്കിൽ തുടക്കത്തിലൊക്കെ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും അത്. അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് ഹെൽത്ത് ഇൻഷുറൻസ് ഏജൻസികൾ അല്ലേ ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ അതോടൊന്ന് മനസ്സിൽ വെച്ചോണേ.
സ്റ്റെപ്പ് 5 എന്ന് പറയുന്നത് അപ്ലൈ ഫോർ എ റെസിഡൻസ് പെർമിറ്റ്. അതായത് ഇവിടെ ഔഫന്താൾ സ്ട്രീറ്റിൽ എന്ന് പറയും. അതെന്ന് പറയുന്നത് നമുക്ക് നാട്ടിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ സ്റ്റാമ്പ് ചെയ്തേക്കുന്ന വിസ ഉണ്ടല്ലോ, അത് നമുക്ക് 3 മാസത്തേക്ക് 90 ദിവസത്തേക്ക് നമുക്ക് ഇവിടെ നിൽക്കാൻ വേണ്ടിയുള്ള വിസ ആയിരിക്കും. നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് പഠിക്കാൻ വരുന്നവരോ വർക്കിന് വരുന്നവരോ നമ്മളിവിടെ പെർമനന്റ് ആയിട്ട് നിന്ന് പോകാൻ വേണ്ടി ആയിരിക്കും. 2 വർഷം പഠിക്കാൻ വേണ്ടിയാണല്ലോ. അപ്പൊ നമുക്ക് അത് കൂടുതൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മൾ RP റെസിഡൻസ് പെർമിറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യണം. അപ്പൊ അത് നടത്തുന്നത് അതായത് എവിടെ നടക്കുന്നതെന്ന് വെച്ചാൽ ഇവിടുത്തെ ഇമിഗ്രേഷൻ ഓഫീസർ, ഇവിടെ ഔസ്ലാൻഡർ ബഹോഡെ എന്ന് പറയും, അല്ലെങ്കിൽ ഔസ്ലാൻഡർ ആംറ്റ് എന്ന് പറയും. അപ്പം അവിടാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് പോകണം. നമ്മൾ നേരത്തെ മറ്റേ ബ്യൂഗ്രാമിലെ കാര്യം സിറ്റി രജിസ്ട്രേഷൻ ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ നോക്കുക. ഇവിടെ ഈ ഔസ്ലാൻഡർ ആംറ്റിലൊക്കെ നല്ല രീതിയിൽ തിരക്കുള്ള സ്ഥലമായിരിക്കും മറ്റേതിനെക്കാട്ടിലും. അപ്പം അവിടെ നമ്മൾ പ്രയറായിട്ട് അപ്പോയിന്റ്മെന്റ് ഒക്കെ ബുക്ക് ചെയ്തിട്ട് വേണം പോകാൻ. അപ്പം നമ്മൾ നേരത്തെ അവിടെ ചെയ്തിട്ട് തന്നെ ഇവിടെ പോകാൻ വേണ്ടി കുറച്ച് ഡോക്യുമെന്റേഷൻ നമുക്കുണ്ട്. അപ്പൊ നമ്മൾ റെസിഡൻസ് പെർമിറ്റിന് കിട്ടാൻ വേണ്ടി ഈ ഔസ്ലാൻഡർ ആംറ്റിൽ കൊണ്ടുപോകേണ്ട ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് മെയിൻലി നമ്മുടെ പാസ്പോർട്ട് ആയിരിക്കും. നമ്മൾ അവിടെ ചെയ്തതിൻ്റെ കൂട്ട് തന്നെ പാസ്പോർട്ട് നമ്മൾ മെയിൻലി നമ്മുടെ ID കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകണം. പിന്നെ ഇതിന് ആപ്ലിക്കേഷൻ ഫോം കാണും നമ്മൾ RPക്ക് വേണ്ടി. അപ്പൊ ആ ആപ്ലിക്കേഷൻ ഫോം അത് ഓരോ സിറ്റി ടു സിറ്റി വേരി ചെയ്യുമായിരിക്കും. അവിടുത്തെ ഔസ്ലാൻഡർ ആംറ്റിന്റെ വെബ് പേജിൽ കയറിയിട്ട് അത് ഡൗൺലോഡ് ചെയ്യുക, അത് ഫിൽ ഔട്ട് ചെയ്യുക, അത് കൊണ്ടുപോവുക. പിന്നെ നമ്മുടെ ബയോമെട്രിക് ഫോട്ടോസ് കാണും. ഒരു സ്പെക്ക് കാണും. ആ സ്പെക്ക് അനുസരിച്ച് നമ്മൾ ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോയും കൂടെ നമ്മൾ കൊണ്ടുപോകണം. പിന്നെ ഉള്ളത് നമ്മുടെ നേരത്തെ സിറ്റി രജിസ്ട്രേഷൻ ചെയ്തപ്പോൾ നമുക്കൊരു പേപ്പർ കിട്ടിയില്ലേ, ആ കൺഫർമേഷൻ പേപ്പർ, അത് മെൽഡ് ബെഷേനിങ്ങും ആ പേപ്പറും നമ്മൾ കൊണ്ടുപോകണം. പിന്നെ നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് കൺഫർമേഷൻ വേണം. നിങ്ങൾ സ്റ്റുഡന്റ് ആയിട്ടാ വരുന്നെങ്കിൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ ലെറ്ററോ കൺഫർമേഷനോ വേണം. അല്ല നിങ്ങൾ വർക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വർക്ക് കോൺട്രാക്ട് വേണം. പിന്നെ സാലറി സ്ലിപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെയാണ്. സ്റ്റുഡന്റ് ആണെങ്കിൽ നമ്മുടെ മറ്റേ ബ്ലോക്ക്ഡ് അക്കൗണ്ടിന്റെ സ്റ്റേറ്റ്മെന്റും കൂടെ കാണിക്കണം. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ റെസിഡൻസ് പെർമിറ്റിന് പോകുമ്പോൾ കൊണ്ടുപോകേണ്ട ഡോക്യുമെന്റ്സ്. അപ്പൊ 6 സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റെപ്പായിട്ടൊന്നും ഇല്ല, നമുക്ക് ഓട്ടോമാറ്റിക്കലി നടക്കുന്ന കാര്യമാണ്. അത് നമ്മുടെ സ്റ്റോയർ ID, നമ്മുടെ ടാക്സ് ID നമുക്ക് കിട്ടും. അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് മെയിൽ ആയിട്ട് നമുക്ക് അവർ തരും, അല്ലെങ്കിൽ പോസ്റ്റിൽ അയച്ചു തരും. അത് നമ്മൾ ഇവിടെ അൺമെൽഡൻ ചെയ്ത് തുടക്കത്തിൽ നമ്മൾ സിറ്റി രജിസ്ട്രേഷൻ ചെയ്തില്ലായിരുന്നു. അപ്പം ആ സിറ്റി രജിസ്ട്രേഷൻ അല്ലെങ്കിൽ അൺമെൽഡും ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന ഒരു ഇതാണ് സ്റ്റോയർ ID എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടാക്സ് ID. ഇത് നമുക്ക് ഫ്യൂച്ചറിൽ നമുക്കൊരു ജോലിയൊക്കെ കിട്ടാൻ നേരത്ത് നമ്മുടെ എംപ്ലോയർ നമുക്ക് പേ ചെയ്യണമെങ്കിൽ അതില്ലാതെ പറ്റത്തില്ല. സോ നമ്മൾ ഇത് കാണിക്കണം. അപ്പൊ അതാണ് അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പൊ ഇനി 7th സ്റ്റെപ്പ് എന്ന് പറയുന്നത് സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ. നമ്മൾ നേരത്തെ മറ്റേത് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഉള്ളൂ ഇത്. സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ നമ്മൾ ഇവിടെ അൺമെൽഡൻ ചെയ്തതിന് ശേഷം നമുക്ക് ടാക്സ് ID കിട്ടുന്ന പോലെ തന്നെ ഓട്ടോമാറ്റിക്കലി ഒരു ലെറ്റർ കിട്ടും. അതിനകത്ത് സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ കാണും. അത് ബേസിക്കലി നമ്മൾ എംപ്ലോയിഡ് ആവുമ്പോൾ നമുക്കത് യൂസ് ആയിരിക്കും. കാരണം നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ്, നമ്മുടെ പെൻഷന്, നമ്മുടെ നേഴ്സിംഗ് കെയറിന്റെ ഇത്, അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് ഇതെല്ലാം ഓൾറെഡി ഇതുമായിട്ട് ലിങ്ക് ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് ഓൾറെഡി നമുക്ക് വേണം. നമ്മൾ നേരത്തെ പറഞ്ഞില്ല, നമുക്ക് കിട്ടുന്ന പേപ്പറുകൾ ഫസ്റ്റ്ലി വരുന്ന ടൈമിൽ നമുക്ക് കുറെ പേപ്പർ വരും നമ്മുടെ പോസ്റ്റ് ബോക്സിൽ. അപ്പൊ ഈ പോസ്റ്റ് ബോക്സിൽ വരുന്ന പേപ്പർ എല്ലാം നോക്കണം, ഇതൊക്കെ തന്നെ ആണോ നോക്കണം. എന്നിട്ട് എല്ലാം നമ്മൾ അടുക്കി എവിടെയെങ്കിലും ഫോൾഡറിലാക്കി വെക്കുക. 8ാമത്തെ പോയിന്റ് എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഒരു സിം കാർഡ് എടുക്കുക അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ നമ്പർ എടുക്കുക എന്നുള്ളതൊക്കെയാണ്. അത് നിങ്ങൾ എന്തായാലും വരുമ്പോൾ തന്നെ മിക്കവാറും എല്ലാവരും ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഇവിടെ ഉള്ള എല്ലാ പ്രോസസ്സിനും ആവശ്യം, അതായത് ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങണേലോ അല്ലെങ്കിൽ പിന്നീട് അങ്ങോട്ടുള്ള പല വെരിഫിക്കേഷൻസിനും നമുക്ക് എന്തായാലും ഒരു സിം കാർഡ് മൊബൈൽ നമ്പർ എന്തായാലും വേണമായിരിക്കുമല്ലോ. അതെന്തായാലും നിങ്ങൾ ചെയ്യുന്നത് അറിയാം. ഇവിടെ ജർമ്മനിയിൽ ഒരുപാട് പ്രൊവൈഡേഴ്സ് ഉണ്ട് സിം കാർഡിന്. വോഡാഫോണോ അല്ലെങ്കിൽ ലൈക്കാന്ന് വെച്ചൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സർവീസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള കുറെ സർവീസുകൾ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ തന്നെ മനസ്സിലാവും. അതിൽ ഏതെങ്കിലും ഒരു ഇത് നിങ്ങൾ സെലക്ട് ചെയ്യുക, ഒരു സിം കാർഡ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു സ്റ്റെപ്പ്. അതിൽ നിങ്ങളൊരു സിം കാർഡ് എടുക്കാൻ പോകുമ്പോഴും ഈ പറഞ്ഞതുപോലെ തന്നെ ചിലപ്പോൾ കുറെ ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അതായത് ഒന്ന് നമ്മുടെ ഒരു പാസ്പോർട്ടിന്റെ കോപ്പിയോ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ സിറ്റി രജിസ്ട്രേഷൻ ചെയ്തതിന്റെ കോപ്പിയോ ഒക്കെയാണ് മെയിൻ ആയിട്ട് സിം എടുക്കുമ്പോൾ ചോദിക്കുന്നത്. അതിൽ ഈ ചില പ്രൊവൈഡേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ലൈക്ക എന്ന് പറഞ്ഞ പ്രൊവൈഡേഴ്സ് ഇവര് ചിലപ്പോൾ ചോദിക്കത്തില്ല, ഇവര് നമ്മുടെ പാസ്പോർട്ട് മാത്രമേ ചോദിക്കത്തുള്ളൂ. അത് ഈ പ്രീപെയ്ഡ് കണക്ഷൻ ഒക്കെ എടുക്കാൻ നേരത്ത്, പ്രീപെയ്ഡ് സിം ഒക്കെ എടുക്കാന്നവര് അവര് ചുമ്മാ നമുക്ക് സിം ഒക്കെ തരും. സിമ്മിന്റെ പൈസ 10 euro മാത്രം കൊടുത്താൽ മതി. എന്നിട്ട് അവര് നമ്മുടെ എന്തെങ്കിലും ID കാണിക്കാൻ പറഞ്ഞ പാസ്പോർട്ടോ അല്ലെങ്കിൽ നമ്മുടെ RP നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതുകൂടെ കാണിക്കുക, അത്രേ ഉള്ളൂ. ചില ഈ നമ്മൾ വോഡാഫോണിന്റെ ഈ പോസ്റ്റ് പെയ്ഡ് കോൺട്രാക്ട് വഴി എന്തെങ്കിലും എടുക്കാൻ പോകുമ്പോഴേ O2ന്റെ എന്തെങ്കിലും എടുക്കാൻ പോകാൻ നേരത്തൊക്കെ നമ്മൾ ഈ ഫർദർ ആയിട്ട് നമ്മുടെ അൺമെൽഡ് ബെഷേനിയും കാണിക്കേണ്ടി വരും.
പിന്നെ നമ്മുടെ RP ചിലപ്പോൾ ചോദിച്ചാൽ കാണിക്കേണ്ടി വരും. സോ അത് ഡിപ്പെൻസ് ആണ്. നിങ്ങൾക്ക് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എടുക്കേണ്ട ഏതാ സിം എന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്യും. അടുത്ത 9th സ്റ്റെപ്പ് എന്ന് പറയുന്നത് അത് നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമല്ല. പക്ഷെ നമ്മുടെ ഇന്ത്യൻ ലൈസൻസ് ഉണ്ടല്ലോ, അപ്പൊ അത് ഇവിടെ കൺവേർട്ട് ചെയ്യണം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് നമുക്ക് കൺവേർട്ട് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ വരുന്ന 6 മാസത്തേക്ക് നമുക്ക് ഇവിടെ വാലിഡ് ആയിട്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും. ഇനി അല്ല നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഇവിടെ ലൈസൻസ് ഒക്കെ എടുക്കണം എന്നുള്ളവരാണെങ്കിൽ ആ ലൈസൻസ് ഇവിടെ കൊടുത്താൽ നമുക്ക് കുറച്ച് അവേഴ്സ് നമ്മൾ ഡ്രൈവിംഗിന്റെ ക്ലാസ് ചെയ്താൽ മതി. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഈ ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് എടുക്കാൻ നേരത്ത് നമുക്ക് ഈ ക്ലാസ് കുറച്ച് ചെയ്താൽ മതി എന്ന് പറഞ്ഞല്ലോ. അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രൈവിംഗ് ക്ലാസ് എന്ന് പറഞ്ഞ ഡ്രൈവിംഗ് അവേഴ്സ്, നമ്മൾ വണ്ടി ഓടിക്കുന്ന അവേഴ്സ് നമുക്ക് കുറച്ച് ചെയ്താൽ മതി. ഇനി അതല്ല നിങ്ങൾക്ക് തിയറി ക്ലാസ് എടുക്കാൻ നേരത്തെ ക്ലാസ്സേ അറ്റൻഡ് ചെയ്യേണ്ട, അങ്ങനെ കുറച്ച് ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട്. അതിനെപ്പറ്റി വീഡിയോ നമ്മൾ വേറെ ചെയ്യുന്നതായിരിക്കും ഡ്രൈവിംഗ് ലൈസൻസിനെ പറ്റി. അപ്പം ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി. ഇനി 10th സ്റ്റെപ്പ് അല്ലെങ്കിൽ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാല് ലാംഗ്വേജ് പഠിക്കുക, ജർമ്മനിയുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് തന്നെയാണ്. എന്ന് കരുതി ലാംഗ്വേജ് അറിയാതെ ഇവിടെ ഒരുപാട് പേര് ജീവിക്കുന്നുണ്ട്. നമുക്ക് ജീവിക്കാം, പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും നമ്മളൊരു ലോങ് സ്റ്റേ അല്ലെങ്കിൽ ലോങ് ടേം ഇവിടെ നിൽക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇവിടുത്തെ കൾച്ചറുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് പോവുക, ഇവിടുത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുക. നോർമലി എന്താ പറയാ, ഇവിടെ എങ്ങനെയാണ് ഇവിടുത്തെ റൂൾസ്, ഇവിടുത്തെ സിസ്റ്റം എന്താണ്, ഇവിടുത്തെ കൾച്ചർ എന്താണ്, ഇവിടുത്തെ ഗവൺമെന്റ് എന്താണ്, ഇതിനെ പറ്റിയൊക്കെ ബേസിക്കലി ഒരു നോളജ് നമുക്ക് ഉണ്ടാവണം. അതേപോലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെങ്കിലും ജർമ്മനിയിൽ പഠിക്കാൻ ശ്രമിക്കണം. ഇത് ലൈക്ക് നമുക്ക് ഫ്യൂച്ചറിൽ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് പേഴ്സണലി നമ്മളിപ്പോ ഇവിടെ ഫാമിലി ആയിട്ട് ഇവിടെ നിന്ന് പോവാൻ സർവൈവ് ചെയ്യുന്ന ഉദ്ദേശത്തിൽ നമ്മൾ വരുന്നവരായിരിക്കും നിങ്ങളെല്ലാവരും. അപ്പൊ അങ്ങനെ ഇവിടെ നമ്മൾ ജീവിച്ചു തുടങ്ങാൻ നേരത്ത് നമുക്ക് നാളെ പിള്ളേരൊക്കെ ആവാൻ നേരത്ത്, പിള്ളേർ സ്കൂളിൽ പോകാൻ നേരത്ത് ഒരിക്കലും അവർ അവിടെ ഇംഗ്ലീഷ് പറഞ്ഞ് സംസാരിക്കണമെന്ന് നിർബന്ധമില്ല. അവർ ജർമ്മൻ കൂട്ടുകാരായിരിക്കും അവരുള്ളത്. അപ്പൊ നമ്മള് എന്തെങ്കിലും മീറ്റിങ്ങിനായിട്ട് പിള്ളേരുടെ സ്കൂളിൽ പോകാൻ നേരത്തോ അല്ലെങ്കിൽ പിള്ളേരുടെ ഫ്രണ്ട്സുമായിട്ട് നമ്മൾ സംസാരിക്കണമെങ്കിൽ ഇവരെല്ലാം ജർമ്മൻ ആയിരിക്കും സംസാരിക്കുന്നത്. അപ്പൊ നമുക്ക് അവിടെ നമ്മള് പിന്നോട്ട് വലിഞ്ഞ് നമ്മൾ പോകേണ്ട വരും നമുക്ക് ജർമ്മൻ അറിയത്തില്ലെങ്കിൽ. സോ നമ്മൾ അവിടെ ഇന്ററാക്ട് ചെയ്യണമെങ്കിൽ പിള്ളേരുടെ കൂട്ടുകാരായിട്ട് പോലും നമുക്ക് സംസാരിക്കണമെങ്കിൽ നമുക്ക് ജർമ്മൻ വേണ്ടി വരും. ഇവിടെ വന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് പല സിറ്റുവേഷനിൽ ഇതുപോലെ പല സിറ്റുവേഷനിൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ ഒന്ന് നല്ലതായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലാംഗ്വേജ് വേണം. ലാംഗ്വേജ് മാത്രം പോരാ, ഇവിടുത്തെ കൾച്ചറും ഇവിടുത്തെ കാര്യങ്ങളും ഒക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങൾ ഇവിടെ വരുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ ചെയ്തിരിക്കേണ്ടതായിട്ടുള്ള മെയിൻ കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾ കാണുന്നവർ ജർമ്മനിയിൽ വരുന്നവർ അല്ലെങ്കിൽ നിങ്ങൾ ജർമ്മനിയിലോട്ട് വരുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്ക് ഹെൽപ്ഫുൾ ആവട്ടെ. പിന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വയറീസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ഞങ്ങൾ സോർട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിൽ എന്തായാലും റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇനിയും അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങള് വരാം. Until then, bye.